നടത്തുന്നു. എത്ര ഭാഗ്യം സ്വർഗാശ്വാസം എല്ലാറ്റിലും എവിടെയും തങ്കൈ തന്നെ നടത്തുന്നു. നടത്തുന്ന നടത്തുന്ന തങ്കയ്യാൽ നടത്തുന്ന തൻ പിൻഗാമി ആയിടും ഞാൻ. തങ്കയ്യാൽ നടത്തുന്ന അതിദുഃഖ മധ്യത്തിലും ഏതൻ ഭാഗ്യ നിറവിലും ശാന്തത്തിൽ താൻ വൻകാട്ടിൽ താൻ തങ്കൈ തന്നെ നടത്തുന്നു. നടത്തുന്ന നടത്തുന്ന തങ്കയ്യാൽ നടത്തുന്ന തൻ പിൻഗാമി ആയിടും ഞാൻ. തങ്കയ്യാൽ നടത്തുന്ന കർത്താവിൻ കൈ പിടിക്കും ഞാൻ. പിന്നെ എന്നംശത്തിൽ തൃപ്തിപ്പെടും എൻ ദൈവം താൻ നടത്തുന്നു. നടത്തുന്ന നടത്തുന്ന തങ്കയ്യാൽ നടത്തുന്ന തൻ പിൻഗാമി ആയിടും ഞാൻ. തങ്കയ്യാൽ നടത്തുന്ന ലോകയന്റെ വേലതീർത്തു നിന്തുകയാൽ ജയം നേടി. മൃത്യുകാലം പേടിക്കാൻ ഞാൻ യോദ്ധാവിനെ നടത്തുന്നു. നടത്തുന്ന നടത്തുന്ന തങ്കയ്യാൽ നടത്തുന്ന തൻ പിൻഗാമി ആയിടും ഞാൻ. തങ്കയ്യാൽ നടത്തുന്ന അറിയത്തില്ല. അത് ഇവിടെ കണ്ടുള്ള ഏതോ ബങ്കറേന്ന് ചാടിപ്പോകുന്ന അത് പേടിയല്ലേ ഇവിടെ. പട്ടികളുടെ കൂടെ കളിക്കാൻ അറിയും. ബാ ബാ ഗോ 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 ഗോ. അവൻ നമ്മുടെ വീട്ടിൽ വരുന്ന ലക്ഷണം ഉണ്ടല്ലോ. തൊടണ്ട മോനെ. ഈ പട്ടികളുടെ ഈ അറിയാൻ മേലാത്ത പട്ടികളെ അവിടുത്തെ അല്ല, അത് ഈ മോഹല്ല വിട്ട് പോകുന്ന പട്ടി അല്ല. ആർക്കറിയാം ഏത് പട്ടിയാണ് കേട്ടത്.
ഇത് വീട്ടിലായിരിക്കും ആ ഗ്യാപ്പിൽ അവിടുത്തെ അല്ല, അവർക്കൊക്കെ വലിയ പെട്ടിയാണ്. ആണോ? അത് നിങ്ങൾ രണ്ടുപേരും ഞാൻ എടുക്കാം. അയ്യോ ഞാനിങ്ങോട്ടൊന്നും ഇറങ്ങാറേ ഇല്ല. എന്നാന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം, എനിക്ക് ഷൂ ഇട്ട് കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റുള്ളല്ലോ. അപ്പം ചെരുപ്പിടാതെ ഇതിനകത്തൊക്കെ ഇറങ്ങിയാലേ എന്നുള്ള രീതിയിൽ ഒരിക്കലും ഇറങ്ങത്തില്ല ഞാൻ. അതെല്ലാം സ്നോയിൽ തട്ടിപ്പോന്നല്ലേ. സ്നോയിൽ ഒരെണ്ണവും പിടിക്കുകയല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ചോട്ടിൽ നിന്ന് കിളുത്ത് വരും. ആ പേരൊക്കെ ഇല്ല, കഴിഞ്ഞ വർഷം എന്നെ ഈൽഡായിരുന്നറിയാം. അയ്യോ, കർഷകശ്രീ എനിക്ക് ഷൈനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. അവൾക്ക് അവൾ ഇറങ്ങാത്തേ ഇല്ല ഇങ്ങോട്ട്. വെള്ളം ഒഴിക്കാൻ പോലും വരത്തില്ല. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ മാത്രം അറിയാം. നമ്മുടെ അമരപ്പയർ ഇഷ്ടമെന്നറിയാം. കാരണം ചില ദിവസം കംപ്ലീറ്റ് ഇതിൻ്റെ അകത്ത് മെറ്റീരിയലാണ്, പിന്നെ ബീറ്റ്റൂട്ട് മാത്രമേ എടുക്കേണ്ടി വരുള്ളൂ. Yeah, you sit, no problem. You sit right now here, okay? Yeah. ബാബു ഇരിക്കും, ബാബു ഞാനൊക്കെ ഇരിക്കും, അതൊക്കെ കുഴപ്പമില്ല. But I don't mind that chair. You want to change this door to change? This is totally fine. It's okay. Yeah. I think you will put it that one there. No, this is fine. This is fine. You know you. That's okay. This is fine. No No problem. It's okay. Yeah. I should have put that one over there. No, don't worry about that. നോ പ്രോബ്ലം സെന്നി. ഇല്ല, അവൻ അവിടെ ചോദിക്കാം അവരോട്. ഇത് റെസ്റ്റ് റൂം ആണ് ഇത്. ഇവിടെ എൻട്രൻസ് അവരോട് ചോദിക്കാം. My first official Onam in my mother-in-law's house. I've had at Sanjay Chachi's house. No, this is all the items are there because they are selling, you know, Yeah, they are yeah. professional because But this Onam is after, this Onam is after 2 days, you know. So Onam is over. Mahabali came and gone, you know. So, a lot of option. Yeah, because yesterday I was working. Yeah. Too good means, yeah. And I need to buy some of the part. Yeah. I never tried to.
Raj here to tell you about my favorite Persian restaurant, Bijan Persian Grill. Start off with Bijan Persian Grill's warm bread with hummus or mastokahan. Then sink your teeth into their kasturi kebab, lamb shake, beef bar, chicken kubide, or any one of their fresh menu items. You'll love Bijan Persian Grill's beautiful ambiance. Next time, dine in on their lovely patio. Bijan Persian Grill serves 100% halal meat dishes. Visit Bijan Persian Grill at 5922 Hillcroft near 59 and Hillcroft, or call 832-242-1500, 832-242-1500. Bijan Persian Grill, Houston's choice for Persian cuisine. Hijaz Academy is the perfect school for your children if you want them to excel in academics as well as Islamic studies side by side. The highly qualified staff focuses on helping your child learn how to implement Islamic principles and etiquettes in everyday life. Along with their Islamic studies, we ensure that students are learning all academic areas aligned with the Texas curriculum and standards. Students as young as the age of 3 have memorized many duas and surahs by the end of their first year at Hijaz Academy. Making wudu and offering salatul dhuhr is incorporated in their school day schedule. Hijaz Academy is now taking enrollments for preschool through 4th grade, but space is limited. Many of the grade levels have just a few seats left. Don't miss out on this opportunity to immerse your child in the amazing environment Hijaz Academy has to offer. To enroll your child or for more information, contact Hijaz Academy at 281-564-1004, email info@hijazacademy.org, or visit their website at hijazacademy.org. You are listening to Sangeet Radio. Keep listening. 31 minutes past the 4 o'clock hour. This next song is being brought to you by the law office of Sanjay Gandhi. That is me. If you've been wrongfully accused of a crime or arrested of crime, charged with a crime, you need someone on your corner that knows the law. Then, of course, someone can explain to you what is happening with your law case. And, of course, I got all the information. No, trading. Go to online. Lisan buys or we should go to AsadGandhiLaw.com for more information as well. We'll get some more remixes coming your way, some Bollywood scoop, and some news you need to know on your Friday edition as you're headed out. Ghar ki taraf ja rahe hain, gym ki taraf ja rahe hain, maybe dinner ki taraf ja rahe hain, wherever you're headed. We'll keep you posted. And the weekend weather, all of that is next right after this. hardly any movement, ഇത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കളർ മാറാവുന്ന സ്ഥലമാണ്. ഡ്രസ്സിൻ്റെ കളർ പോലെ നാളിപ്പം കണ്ട
subjects arise there. Some from You're listening to my favorite AJ on Sangeet Radio. yeah, he did some. Yeah, he did his B.Tech from there. He came here for undergraduation. $100. You're listening to the Rush Hour Show with AJ, only on Sangeet Radio. Stay tuned. Well, ladies and gentlemen, I don't know if you noticed today when you were, at work, just cool down, paper में लिखा होगा, but I realized when I was writing down the date and I was in court this morning, the judge and I were both like, wow, it's already October. Yes, that is right, it is already October, the 1st of October. If you guys know October के महीने में क्या-क्या चीजें होते हैं, well, Halloween at the end of October. I have some wedding events to go to. I have no travel. Actually, I take that back. I definitely have travel plans coming soon. उसके साथ-साथ, you know what else is going on in October? Halloween के साथ haunted houses होते हैं, costumes होते हैं. तो उसके बारे में हम बात करेंगे. We're going to give you the Bollywood news as well. This one is being brought to you by your very own Shahi Darbar, located in New Territory. Come on down this evening. Friday and Saturday open late. And of course, to-go specials every single day. 832-532-0532. 832-532-0532. Shahi Darbar, baby.
like Prime Minister, and he is explaining that when he said that. സാധിച്ചില്ല. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്ന് ഈ വർഷത്തെ പ്രോഗ്രാം ആരംഭിക്കാം. അച്ഛൻ ഒരു വാക്ക് പ്രാർത്ഥിക്കും. നന്മകളെ പ്രകീർത്തിക്കുന്നു. അവിടുന്ന് തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. ഇങ്ങനെ ഇവിടെ ഒരു ഒരു ഭവനം ഒരുക്കി തന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ കൊച്ചുമോനെയും സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരുന്നത്. ഞങ്ങൾക്ക് ആവോളം മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ കണ്ണുനീർ ഒപ്പാനും അശരണരിലും ആയിരിക്കുന്നവർ കർത്താവെ താങ്ങുവാനും ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ സമാധാനം ഞങ്ങൾക്ക് തരണമേ. ഈ ലോകം സമാധാനം തരികയില്ല. വക്രതയും കോട്ടമുള്ള തലമുറയിൽ ഞങ്ങൾ വസിക്കുന്നു. കർത്താവെ, യുദ്ധവും യുദ്ധസ്ഥിതികളും കേൾക്കുന്നു. റഷ്യക്കാരെ ഉക്രൈനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് അവിടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. അവിടുന്ന് യുദ്ധം നിയന്ത്രിക്കുന്നവനാണ്. കർത്താവെ, ഞങ്ങളെ എല്ലാം ആളാമ്പ്രതി അനുഗ്രഹിക്കണം, വാഴ്ത്തണം. ഈ സംഘടനയെ അവിടുന്ന് ഉത്തരവത്തിലും അനുഗ്രഹിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുവിൻ്റെ പൊന്നുനാമത്തിൽ അതിവിനയമായി യാചിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് ഈ ഗ്രൂപ്പിൽ ഒരുമിച്ച് ചേരാൻ പറ്റിയില്ല. എന്നാൽ ഇന്ന് ദൈവം നമുക്ക് വേണ്ടി ഒരുപാട് തുറന്നു തന്നിരിക്കുകയാണ്.
ഒന്ന് പുറകോട്ട് തിരികെ നോക്കുമ്പോൾ നമ്മളെ ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചു. എത്ര സ്തുതിച്ചാലും മതി വരില്ല. കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഓർത്തോർത്ത് നമുക്ക് സ്തുതിക്കാം. ദൈവം ചെയ്ത ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിന് പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതുപോരാ. നാവിന് പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതുപോരാ. വർഷത്തിൽ പരമായി മല്ലപ്പള്ളി സംഗമത്തിൻ്റെ ഈ ഒരു സംഘടന നിലനിർത്തിക്കൊണ്ട് പോകുവാൻ സാധ്യമായി തീർന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും കൈത്താങ്ങൽ കൊണ്ടാണ്. പ്രിയ അച്ഛൻ, പ്രിയ ജോസ്, മധുള്ള, സെനി, നമ്മുടെ സിജോ, ക്രിസ്റ്റി, എൽദോ, അതുപോലെ വിശലി, ജോണ്, പ്രസാദ്, പുതിയതായിട്ട് കടന്നു വന്ന സിജോ അല്ലേ, ജോജി, പിന്നെ മറ്റേ അവരുടെ ഫാമിലിയായിട്ട് എല്ലാവരെയും ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഓർക്കുന്നു. ഞാൻ തുടങ്ങിയപ്പം പലരും ഡിസ്കറേജ് ചെയ്തു. ഈ ഇവിടെ ഉള്ളവരല്ല, ഈ വെളിയിലുള്ള പലരും ഇത് ആദ്യം നിന്ന് പോകത്തില്ല എന്ന് പറഞ്ഞു. എങ്കിലും നമ്മുടെ ഓരോരുത്തർ നല്ല ഹൃദയത്തിൻ്റെ നല്ല ആഗ്രഹത്തെ സാധ്യമാക്കുന്ന ദൈവം ആണ് നമ്മളെ ഇത്രത്തോളം നിലനിർത്തിയത്. ഈ ചെറിയ ഒരു പ്രസ്ഥാനത്തിൽ കൂടി നമ്മൾക്ക് കഴിഞ്ഞ ഒരു വർഷം കോവിഡ് കൊണ്ട് 2 കൊല്ലം നമ്മൾക്കിത് നടത്തുവാൻ സാധിച്ചില്ലെങ്കിലും ഈ കഴിഞ്ഞ കൊല്ലം നമ്മളൊരു പിക്നിക് നടത്തി. എന്നാലും നമ്മൾ കോവിഡിൻ്റെ സമയത്തിനേക്കാൾ അധികം സഹായം നമുക്ക് നാട്ടിൽ ചെയ്യാൻ സാധിച്ചു. നമ്മൾ കരുണാലയത്തിന് 2 തവണ ഹെൽപ്പ് ചെയ്തു. അതുപോലെ പാവപ്പെട്ട 2-3 പേരെ വീട് വെക്കാനും രോഗികളായിരുന്നവരെ ഒക്കെ സഹായിക്കാൻ സാധിച്ചു. 2 നേഴ്സിംഗ് സ്റ്റുഡൻസ് പഠിച്ച് പാസ്സായി ഇന്ന് ഡൽഹിയിലും ബാംഗ്ലൂരിലും ജോലി ചെയ്യുന്നു. അടുത്ത ഒരാളെ നമ്മൾ ഓൾറെഡി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള അവരുടെ സർട്ടിഫിക്കറ്റ് ഇന്നലെ അവർ അയച്ചു. അവർ ഫസ്റ്റ് ഇയർ പാസ്സായി. അപ്പോൾ അടുത്ത ഇതിലേക്ക് നമ്മൾ കടന്നു പോകുന്ന ചെറിയ ക്ലാസ് എടുക്കും. അപ്പം നിങ്ങളുടെ എല്ലാ സഹകരണത്തിന് നന്ദി പറയുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കും, 2 കൊല്ലം മഹാമാരി ലോകം ഇത്രയും കടന്നുപോയി. അതങ്ങോട്ട് കഴിഞ്ഞ ഉടൻ ഇപ്പം യുദ്ധം. മനുഷ്യൻ ഒരിക്കലും ഒന്നും പഠിക്കുന്നില്ല. മനുഷ്യനെ സൃഷ്ടിച്ചതിനെ പറ്റി കർത്താവ് ദേവദാസ ഒരു വാക്യമുണ്ട്, യഹോവ അനുദപിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ യഹോവ അനുദപിച്ചു. കാരണം അവൻ്റെ ഹൃദയ വിചാരങ്ങൾ ബാല്യം മുതലേ ദോഷമുള്ളതാണ്. എങ്കിലും അവനെ സ്നേഹിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് എന്നും ലോകത്തിലുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ലോകത്തിലുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മല്ലപ്പള്ളി സംഘത്തിൽ കൂടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് ഇടയാക്കി തീർക്കണം. പലപ്പോഴും ഇതെല്ലാം വെറുപ്പും വിദ്വേഷവുമാണ്. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ്റെ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, മുഖത്ത് തുപ്പിയ ഒരുത്തനും നിന്റെ കൂട്ടിൽ, നിന്റെ മുഖത്ത് തുപ്പിയ ആരെങ്കിലുമുണ്ടോ? നിന്റെ കാര്യം മുൾക്കുരടം വെച്ച ആരെങ്കിലുമുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? പക്ഷേ അത് ക്ഷമിക്കാമെങ്കിൽ ക്ഷമിക്കാൻ വയ്യാത്ത ഒന്നുമില്ല. അപ്പോൾ ഇത്രയും വലിയ കഷ്ടതയിൽ കൂടി കർത്താവ് കടന്നു പോയി ക്ഷമിക്കാൻ നമ്മളെ പഠിപ്പിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അന്യോന്യം ക്ഷമിക്കണം. ഈ ലോകത്തിൽ എൻ്റെ ഗതി വേറൊരു രീതി പോകും, അത് നടക്കേണ്ടതാണ്. എന്നാൽ നമ്മൾക്ക് കിട്ടുന്ന സമയം ഈ സമൂഹത്തിനും നമ്മളായിരിക്കുന്ന മല്ലപ്പള്ളി പ്രദേശത്തിനും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ. കഴിഞ്ഞ ദീർഘകാലം സെക്രട്ടറിയായി പ്രവർത്തിച്ച പ്രസിഡി, ട്രഷററായി പ്രവർത്തിച്ച സെനി, വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ച സിജോ, ലേഡീസ് കോർഡിനേറ്റർ ഷൈനി ഇവിടെ ഇല്ല, ഷൈനി, പിന്നെ അതുപോലെ മിനിയെ, പിന്നെ വത്സമ്മ, ജെസി, ഇവരെല്ലാം എല്ലാവരെയും ഓർക്കുന്നു. അതുപോലെ ഇതിൻ്റെ മീഡിയ കോർഡിനേറ്ററായിട്ട് കഴിഞ്ഞ 7 കൊല്ലം പ്രവർത്തിച്ച എൽദോ, അദ്ദേഹമാണ് ഇത് മറ്റുള്ളവരിലേക്ക് ഇത് വളർത്തുവാനിടയായി തീർന്നു. അതുപോലെ ക്രിസ്റ്റി, അതുപോലെ ഈ ജോണിനെയും പ്രസാദിനെയും പ്രത്യേകം ഞാൻ നമ്മോട് ശ്രമിക്കുന്നു. കാരണം നമുക്കൊരു സ്ഥലമില്ലാതിരുന്നപ്പോൾ പ്രിയ ജോണിൻ്റെ സ്ഥലത്താണ് നമ്മുടെ ഏകദേശം 5 വർഷക്കാലം ഇത് നടത്തിയത്. വളരെ താങ്ക് യു. ഇന്നും അവരുടെ ഈ ഫെസിലിറ്റി തന്നെയാണ് വീണ്ടും ഇങ്ങനെ നമുക്ക് കൂടുവാൻ ഇടയായി തീർന്ന് അവരോട് നന്ദി പ്രത്യേക സമയത്ത് ഞാൻ ഓർക്കുന്നു. അതുപോലെ ജോണ് അനേക നല്ല കാര്യങ്ങൾ നാട്ടിൽ ചെയ്യുന്നതായിട്ട് അറിയുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു മൂവിയിൽ സ്റ്റാർ ആകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും മല്ലപ്പള്ളി സംഗമത്തിൻ്റെ പേരിൽ ഞങ്ങൾ നേരുന്നു. തുടർന്നും നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിപ്പാൻ ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യും. സന്തോഷം. ചെയ്യുന്ന ഈ പാൻഡമിക്കിൻ്റെ മിഡിലും ഇത്രയും സഹായങ്ങൾ മല്ലപ്പള്ളി ചെയ്യുന്നത്, സംഗമത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞതിൽ സന്തോഷം. എല്ലാവരും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ
എല്ലാവിധ ബെസ്റ്റ് വിഷസും എൻ്റെതായ രീതിയിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. വീണ്ടും എല്ലാവരെയും കാണുവാൻ ദൈവം നമുക്ക് സാഹചര്യം ഒരുക്കിയല്ലോ. ഒരു വലിയൊരു പാൻഡമിക് കൂടെ നമ്മൾ കടന്നുപോയി. നമ്മുടെ ഈ ചെറിയ ജീവിതത്തെ വളരെ ചെറിയ ജീവിതമാണ്. എപ്പോഴും നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്ന വളരെ 40s 50s ഉള്ളവരെല്ലാം മരിച്ചുകൊണ്ടിരിക്കുക. പലർക്കും പല കാരണങ്ങൾ. എപ്പോഴും നമ്മളെ അത് അലർട്ട് വരെ ചെയ്തത് നമ്മുടെ വിശ്വാസം ഉറപ്പിക്കണം. നമ്മുടെ ജീവിതം അതുപോലെയൊക്കെയാണ്. നമ്മൾ നാളെ കാണത്തില്ല, ഇവിടെ നമ്മൾ പോകേണ്ടവരാണ്. അങ്ങനെ ഒരു ജീവിതത്തിൽ നമ്മൾ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഉറക്കുന്ന ഒരു ജീവിതം നമ്മളിലായിരിക്കട്ടെ. ഈ മലപ്പള്ളി സംഗമം ചെയ്യുന്നത് റിയലി ബാബു, താങ്ക് യു ഫോർ ദ ലീഡർഷിപ്പ്. എല്ലാവരോടും നന്ദി പറയുന്നു. ഇത് തുടർന്ന് നിങ്ങൾ തന്നെ അത് ലീഡർഷിപ്പ് എടുത്ത് തന്നെ ചെയ്യണമെന്നാണ്. അതുകൊണ്ട് ഇതിലെല്ലാവരും നിങ്ങൾ ബിഹാൻഡിൽ കാണും. നിങ്ങളെ എന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഞാനത് പാടിയൊന്നും പ്രാക്ടീസ് ചെയ്തില്ല. അതിലുള്ള തെറ്റുകളെ ക്ഷമിക്കണം എന്ന് പറയുന്നു. ഇത് കവിതയുടെ പേര് ഇടക്കാലം. ഒരു ജീവിതം ഒരു ശ്വാസവും മധ്യനും അറിയില്ല എന്നു നിലച്ചിടും കാലം. ഒരു യാത്രയിൽ താൻ ജനിച്ചു, മരണത്തിലേക്കുള്ള യാത്ര തിരിച്ചു. അറിഞ്ഞില്ല നമ്മുടെ ആദ്യ ദിനം, അറിവില്ല നമ്മുടെ അന്ത്യം. അതിനിടെ കഴിയുന്ന കാലം കനൽ പോലെ കത്തിയെരിയണം. ഒരു ജീവിതം ഒരു ശ്വാസവും മർത്യന് അറിയില്ല എന്നു നിലച്ചിടും കാലം. ഒരു മാത്രയിൽ താൻ ജനിച്ചു, മരണത്തിലേക്കുള്ള യാത്ര തിരിച്ചു. വീഴുന്ന മർത്യനെ താങ്ങണം, രോഗക്കിടക്കയിൽ ആശ്വാസമാകണം. പടികൾ ചവിട്ടി കയറുവാനാകാത്ത വികലാംഗ കുഞ്ഞിരോരത്താണിയാകണം. പ്രിയജനമേ പ്രിയജനമേ യേശുവിലൊന്നായി ചേരാം. അറിവുകളും കഴിവുകളും നാഥനു വേണ്ടി നൽകാം. ജീവിതമെന്നെന്നും ഈ ഉത്സവമാക്കിയിടൂ. കനിവുള്ള ദൈവത്തിൻ കൈകളിലല്ലേ നീ. തിന്മകൾ ചെയ്യാതെ ഇനി നന്മകൾ ചെയ്തിടാം. കരുണാദ്ര സ്നേഹത്തിൻ സാക്ഷികളായിടാം. പ്രിയജനമേ പ്രിയജനമേ യേശുവിലൊന്നായി ചേരാം. അറിവുകളും കഴിവുകളും നാഥനു വേണ്ടി നൽകാം. കണ്ണും നിന്മയും അഴകും ശക്തിയുമെല്ലാം ദൈവം നിൻ ദൈവം കരുണയുടേകിയതല്ലേ. കുളിരും ഇളവയിലും മഴയും കാറ്റും കടലും ദൈവം നിൻ ദൈവം കരുണയുടേകിയതല്ലേ. അവനിൽ ഓരോ ദിനവും അവനുടെ നാമം പാടാം. അപരനിൽ അവനെ കാണാം, അവനെ പിന്തുടരാം. സോദരവൃന്ദം കണ്ണീരൊപ്പാൻ നിന്റെ കൈകൾ ഉയർത്തും നേരം കരുണയുള്ളവൻ ഈശോനാഥൻ നിൻ കണ്ണീരൊപ്പും. സോദരവൃന്ദം കണ്ണീരൊപ്പാൻ നിന്റെ കൈകൾ ഉയർത്തും നേരം കരുണയുള്ളവൻ ഈശോനാഥൻ നിൻ കണ്ണീരൊപ്പും. പ്രിയജനമേ പ്രിയജനമേ യേശുവിലൊന്നായി ചേരാം. അറിവുകളും കഴിവുകളും നാഥനു വേണ്ടി നൽകാം. വചനം തിരുവചനം കടലായി നിന്നിൽ നിറയും. മനവും നിന്ധനവും അവനായി നൽകുകയെന്നും. ഹൃദയം നിറകവിയും സ്നേഹം പകർന്നു നൽകാം. ഇരുളിൽ വീണുഴലും മനുജനു മാതൃകയാകാം.
നാഥനെ നോക്കാം. അപരനു വേണ്ടി ജീവൻ നൽകിയ ദൈവത്തെ വാഴ്ത്താം. ഉന്നതവർഗം സോദരവൃന്ദം കണ്ണീരൊപ്പാൻ നിന്റെ കൈകൾ ഉയർത്തും നേരം കരുണയുള്ളവൻ ഈശോനാഥൻ നിൻ കണ്ണീരൊപ്പും. സോദരവൃന്ദം കണ്ണീരൊപ്പാൻ നിന്റെ കൈകൾ ഉയർത്തും നേരം കരുണയുള്ളവൻ ഈശോനാഥൻ നിൻ കണ്ണീരൊപ്പും. യുവജനമേ യുവജനമേ യേശുവിലൊന്നായി ചേരാം. അറിവുകളും കഴിവുകളും നാഥനു വേണ്ടി നൽകാം. ജീവിതമെന്നെന്നും ഇനി ഉത്സവമാക്കിയിടൂ. കനിവുള്ള ദൈവത്തിൻ കൈകളിലല്ലേ നീ. തിന്മകൾ ചെയ്യാതെ ഇനി നന്മകൾ ചെയ്തിടാം. കരുണാർദ്ര സ്നേഹത്തിൻ സാക്ഷികളായിടാം. യുവജനമേ യുവജനമേ യേശുവിലൊന്നായി ചേരാം. അറിവുകളും കഴിവുകളും നാഥനു വേണ്ടി നൽകാം. മെമ്പർഷിപ്പ് ഉള്ളവരുടെ എല്ലാം ഉണ്ട്. കർത്താവ് പ്രഭാതപതിവരെയും അടുത്ത് കഷ്ടാനുഭവത്തെക്കുറിച്ച് കർത്താവ് ഞങ്ങൾക്ക് ഓർപ്പാനും സമർപ്പിക്കപ്പെടുവാനും മറ്റിനെ ഗ്രഹിപ്പാനും വലത്തുരിപ്പാനും തുടർന്നല്ല. ആ പ്രത്യാശയിൽ കർത്താവ് ഈ ഭക്ഷണത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഇത് ഭക്ഷിച്ച് ബലപ്പെട്ട് ഞങ്ങൾ കേട്ടതായിട്ട് അതിനനുസരിച്ച് ജീവിപ്പാൻ മെസ്സിയാണെല്ലാം സഹായിക്കുമാറാകണമേ.
ഇനി അപ്പുറം എങ്ങനെ പോയിരുന്നു? ഭയങ്കര ആളല്ലേ? നിനക്ക് എങ്ങനെ കിട്ടിയടി? റോസപ്പൂവുണ്ടോ? സൂപ്പറായി മഞ്ഞ. അവിടെ അത്ര ആളാണെങ്കിൽ ഇതിൻ്റെ അതൊക്കെ എന്തായിരിക്കും അല്ലേ? ഇവിടെ അങ്ങോട്ട് ആരും എടുക്കുന്നില്ലേ? അതോ
പ്രാർത്ഥിക്കാം. ദിനംതോറും ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ നൽകി തരുന്ന നല്ല ദൈവമേ, നിന്റെ മക്കൾക്ക് നീ നൽകുന്ന ആഹാര വിഭവങ്ങളെ എപ്പോഴും അവരുടെ ഉപകാരത്തിനായി അനുഗ്രഹിച്ചു കൊടുക്കണമേ. നീ അവർക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവരായിരിക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സഹായിക്കുവാൻ അവർക്ക് ആഗ്രഹവും സന്തോഷ മനസ്സും നൽകണമെന്ന് യേശുമശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഭക്ഷണമുറി പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ച് വേർതിരിക്കപ്പെടുന്നു. ആമേൻ. ആകാശവും ഭൂമിയോട് മഹത്വം നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അവിടുന്ന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവും യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സങ്കേതവും ബലവുമാണ് കർത്താവേ, ഞങ്ങളുടെ ദൈനംദിന കർത്തവ്യങ്ങളിൽ നീ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ കുടുംബത്തിന്റെ നാഥനും ഈ പാട്ടിന്റെ രക്ഷകനുമായി നീ അംഗീകരിക്കുവാൻ ഈ വീട്ടിൽ പാർക്കുന്ന നിന്റെ മക്കൾക്ക് നിരന്തരമായ ആശ്രയവും വിനയവും വിശ്വസ്തയും നൽകണമെന്ന് ഞങ്ങൾക്കാവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിന്റെ ബഹുത്തിൽ നിന്ന് മക്കളുടെ നിവാസമായി ഭവനത്തിന്റെ പണിപൂർത്തിയിരിക്കുന്ന ലഭിച്ച എല്ലാ നന്മകൾക്കും നടത്തിപ്പുകൾക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളുടെ അധ്വാനത്തെ കൈക്കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും നിരൂപിക്കുകയും ചെയ്തതിനപ്പുറമായി ഭവനത്തെ പാർക്കുന്നവരെയും അനുഗ്രഹിച്ച് അവിടുത്തെ മഹത്വം കൃഷ്ണമാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അധ്വാനിക്കുന്നു ഈ പട്ടണം അതിലൂടെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വിശ്വസീകരിക്കപ്പെട്ടവർ. ഇതിനേക്കാൾ വേറൊരു വിശ്വാസവും ഇല്ല. എല്ലാ വിശ്വാസവും നമ്മളുടെ വേദപുസ്തകത്തെ അടിസ്ഥാനപ്പെട്ടുള്ള വിശ്വാസം, സ്വർഗത്തിൽ ചെല്ലാനുള്ള സകല വിശ്വാസവും കൂടെ ഇതിനകത്ത്. അതുകൊണ്ട് സക്കായിയെ പോലെ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു തിങ്ക് വി ആർ സിന്നേഴ്സ്. നമ്മളെല്ലാപ്പോഴും എപ്പോഴും നമ്മളെ തന്നെ ന്യായീകരിക്കുന്നവരാണ്. That is our main sin. നമ്മൾ ന്യായീകരിക്കുന്നവരാണ്. Repentance and great miracles.
ആക്കി തീർത്തതുകൊണ്ട് സ്തോത്രം. അതുകൊണ്ട് ഇവിടെ പാർക്കുന്നത് യറോഷനും വീണയും മോളുപോലും അവരെ അനുഗ്രഹിച്ച വർദ്ധിച്ച് ഒരു വലിയൊരു ജാതിയാക്കാമെന്ന് അപ്രത്തോട് ചെയ്ത അനുഗ്രഹം നിന്റെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നുവെന്ന് നീയും അബ്രഹാമിന്റെ മകനാകിയാൽ ഈ വീട്ടിന് രക്ഷ വന്നുവെന്ന് കായോട് പറഞ്ഞ അനുഗ്രഹം ഇന്ന് മുതൽ ഒരു പുതിയ അനുഭവം ഈ വീട്ടിലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീട്ടിൽ വരുന്നവരും പോകുന്നവരും ഒരു പോസിറ്റീവ് എനർജിയിൽ കടന്നു പോകാൻ സഹായിക്കണമേ. ഇവിടെ ഇന്ന് സംബന്ധിക്കുന്നവരും ഏതെങ്കിലും കാരണവശാലും വരുവാൻ ആഗ്രഹിച്ചത് വരാൻ സാധിക്കാത്തവരുമായ എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ ഭവനങ്ങളെയും നീ അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊടുമാറാകണമേ. കർത്താവിന്റെ കരുണാകൃപ വ്യാപരിക്കണം. കർത്താവെ, ഞങ്ങളുടെ മധ്യത്തിലുള്ള ജോർജിനെയും തോമസിനെയും അവരുടെ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കും. ഈ ക്രിസ്ത്യനിലുള്ള സെന്റ് തോമസ് CSI ചർച്ചിലെയും സെന്റ് പീറ്റേഴ്സ് CSI ചർച്ചിലെയും എല്ലാ സഭാ വിഭാഗങ്ങളെയും എല്ലാ മതവിഭാഗങ്ങളെയും ഈ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദക്ഷിണേന്ത്യ സഭയ്ക്കായി, വിശേഷിച്ച് നോർത്ത് അമേരിക്കൻ കൗൺസിലിനായി പ്രാർത്ഥിക്കുന്നു. നടക്കുവാനിരിക്കുന്ന കോൺഫറൻസിനായി അതിൽ സംബന്ധിക്കുന്ന മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, ജനറൽ സെക്രട്ടറി, ട്രഷറർ, മറ്റു പ്രിയപ്പെട്ടവർക്കായി ഒക്കെ പ്രാർത്ഥിക്കുന്നു. ക്രമീകരണങ്ങളെല്ലാം അനുഗ്രഹവും സന്തോഷിതമാകണമേ. കർത്താവയുടെ ഒരു മഹായോഗം ചെയ്യാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് കർത്താവേ, ഇവിടെ നിന്നുള്ള മിനിസ്റ്റേഴ്സ്, ഇവിടെ നിന്നുള്ള ക്ലർജി ഉണ്ടായി ഒരു അനുഗ്രഹീതമായ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ നീ തള്ളിക്കളയരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞകാല കുറവുകളും പാവങ്ങളും ഒക്കെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ ബഹുമാനിക്കാതിരുന്നതും ആദരിക്കാതിരുന്നതും സഭയെ ബഹുമാനിക്കാതിരുന്നതും ഒക്കെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ യുണൈറ്റിംഗ് ചർച്ചാണല്ലോ ചർച്ച് ഓഫ് ഇന്ത്യ, ഒരു മിഷൻ ചർച്ചാണല്ലോ, മിഷൻ ആൻഡ് ചാരിറ്റി ആണല്ലോ അതിന്റെ മുഖമുദ്രയാണ്. അപ്രകാരം മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നത് വിട്ടുപോകുന്ന ഭവനത്തെയും മഹാനവയെയും ക്രിസ്ത്യൻ സഭയെ ഒരു പ്രാവശ്യം കൂടെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന എല്ലാ ഭക്ഷണ ക്രമീകരണങ്ങളും മറ്റെല്ലാ ക്രമീകരണങ്ങളും പ്രിയ റോഷനും പ്രിയ കുഞ്ഞുങ്ങളും അവരെ വളരെ സന്തോഷത്തോടെ ചെയ്ത ഈ ക്രമീകരണങ്ങളെ അനുഗ്രഹിച്ച് ഈ ഭവനം, ഈ ഏരിയയെ പ്രകാശപൂരിതമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ഒരു ലൈറ്റ് ഈ ഭവനത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവിന്റെ ആ ശോഭ ഈ ഭവനത്തിൽ നിന്ന് ഒഴുകട്ടെ. ദൈവത്തിന്റെ കൃപ ഈ ഭവനത്തിൽ നിന്ന് ഒഴുകട്ടെ. ദൈവിക സമാധാനം ഈ ഭവനത്തിൽ നിന്ന് ഒഴുകട്ടെ. അപ്രകാരം ഈ ഈസ്റ്റർ സൺഡേയിലെ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ കല്ലുകൾ ഉരുട്ടി മാറ്റി അവരിവിടെ ഇല്ല, അവർ ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ അത്ഭുത ശക്തികൾ കൊണ്ട് മടങ്ങുവാൻ സഹായിക്കുന്നതാണ്. രോഗികൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ക്ഷീണമുള്ളവർ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഭാരമുള്ളവർ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ മടങ്ങി പോകുമ്പോൾ ഒരു പുതിയ ശക്തിയോടെ, പുതിയ ബലത്തോടെ പോകുവാൻ സഹായിക്കണമേ. കർത്താവേ, കരുണയുണ്ടായി കോവിഡ്-19 നിന്നും മറ്റു മഹാമാരിയിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശുമൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാവുന്ന ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യ സഹായം, അനുഗ്രഹം, നന്മകൾ വാഴുവാൻ നിങ്ങളുടെ മടക്കയാത്രകളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, ഈ ഭവനത്തിന്റെ മേൽ തുടർന്നും കാലാവസാനത്തോളം എന്നുമേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. This is Fort Bend County. Today there is a fire. We have been here for just a scan. Thank you. ഏതാണ്ടെല്ലാം കൂട്ടി ഇളക്കി
തട്ടുക. ചോറും പോവാം. മതി മതി. ഇവര് ചോറിന്റെ ആൾക്കാരാണ്. ഞാൻ ഇച്ചിരി ബാർബിക്യൂ മേടിച്ച് ആ വശത്തോട്ട് നോക്കിയേ. ഞാൻ എടുത്തു. ഇവിടെ വന്നേച്ച് നാട്ടിൽ ആരാണ്ടോട് എന്തോ കഴിച്ചെന്ന് ചോദിച്ചപ്പോ ഉപ്പുമാവ് അതുപോലെ എന്തോ പറഞ്ഞു പോലും അത് തിന്നാൻ വേണ്ടിയിട്ടാണോ അമേരിക്കയ്ക്ക് പോയത്? ആ വശത്തോട്ട് രണ്ടുപേരും ഭാര്യ ഭർത്താവും ഭാര്യ തിരിഞ്ഞു ഞാനെടുത്തു. ഞാൻ ചോറെടുത്തു കൂടിപ്പോയി. അതുകൊണ്ട് കൂടിപ്പോയി കൂട്ടാനും പോയിട്ടാ മതി. അപ്പൊ പ്രശ്നം തീരും. Go. Go. Have you finished his milk? Almost. Okay. Not interested to drink that much. Maybe because we were here or something. I don't know. No, that's okay. I'm gonna go get his stuff for his bathroom. Okay. I don't know. Don't go there.